തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാൻ പോകുന്ന മറ്റൊരു കാര്യം ശരിക്കും ലീഗ് ഇതിലൊരു കിങ് മേക്കർ ആകുമോ? ഇപ്പം UDF എന്തായാലും അധികാരം ഏൽക്കാൻ പോകുന്നു. എന്തായാലും UDFൻ്റെ ഒരു തരംഗം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും വോട്ട് ബേസ് കൃത്യമായിട്ടും എപ്പോഴും ഉള്ള ഒരു പാർട്ടി തന്നെയാണ്. UDFൽ തന്നെ ഏറ്റവും അധികം ഇത് വരുന്ന ഒരു പാർട്ടി തന്നെയാണ് IUML എന്ന് പറയുന്നത്. അപ്പോൾ ലീഗിൻ്റെ ഇപ്രാവശ്യത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. 22 സീറ്റുകൾ നേടിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇക്കൂട്ടത്തിൽ നിന്നും മന്ത്രിസ്ഥാനത്തേക്ക് സാധ്യതയുള്ള ഒരു 4 മന്ത്രിമാർ വരെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള പേരുകൾ ഏതൊക്കെയായിരിക്കും ഫവാസ്? ഇതിലിപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗ് എത്രത്തോളം മന്ത്രിമാരെ ആവശ്യപ്പെടും എന്നുള്ളൊരു കാര്യമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം അവരിലെ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് ലീഗ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലും അവർക്ക് അവരുടേതായ ഒരു വോട്ട് ബേസ് ഉണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2016 ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് ലീഗിന് ഒറ്റയ്ക്ക് 7.4% വോട്ട് ഷെയർ ഉണ്ട്. പിന്നീട് അത് 2021 ഏകദേശം 99 സീറ്റുമായിട്ട് വീണ്ടും രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴും ആ ശതമാനം ലീഗ് കുറച്ചിട്ടില്ല. ആദ്യം ഉണ്ടായിരുന്ന 7.4 എന്നുള്ളത് പിന്നീട് 8.5 ഉയർത്തുക ചെയ്തത്. UDF മൊത്തമായിട്ട് തകർന്നു എന്നുണ്ടെങ്കിൽ പോലും അവർ പാർട്ടി മാത്രം പിടിച്ചു നിന്നു. അപ്പം ഏകദേശം 40 സീറ്റ് UDFന് അപ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം സീറ്റ് ലീഗിൻ്റെ സീറ്റാണ്. അപ്പം ലീഗിന് ഒപ്പോസിഷൻ സ്ഥാനം വരെ ചോദിക്കാമായിരുന്ന സമയത്ത് പക്ഷേ ലീഗ് പറഞ്ഞ പോലെ ഒരു ഓവറായിട്ടുള്ളൊരു ഇത് ചോദിക്കാറില്ല. ഇപ്പോൾ 2015-16 ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായ 5ാം മന്ത്രി വിവാദം വലിയ തരത്തിലും പ്രശ്നമായിരുന്നു. ആ സമയത്തായിരുന്നു ക്രിസ്ത്യൻ സഭകളും NSSൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മുസ്ലിം പ്രാതിനിധ്യം ഓവറായി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം. അതിനുശേഷം പിന്നീട് ഇവിടുത്തെ വലിയ വിഷയമായിരുന്നു. പിന്നീട് ലീഗ് വല്ലാണ്ട് ചോദിക്കാൻ പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം പാരമ്പര്യമായിട്ട് പിന്നീട് അത് കണ്ടറിഞ്ഞ് ലീഗിന് കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായമാണുള്ളത്. അപ്പം ഒന്നതാണ് ലീഗ് അവരുടേതായ ഒരു ഫേസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം വിജയ ശതമാനത്തിലാണെങ്കിലും എന്തിലായാലും അങ്ങനെയാണത്. പിന്നീട് മന്ത്രിമാരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് MLA-മാരുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നായിരിക്കും. പിന്നെ പാലക്കാട്ട് നിന്ന് വരുമ്പം ഒരു MLA-മാരുണ്ടാവും അവർക്ക്. മണ്ണാർക്കാട് നിന്ന് ഒരു MLA ഉണ്ട് പാലക്കാട് ജില്ലയിൽ നിന്ന്. പെരിന്തൽമണ്ണ ബോർഡറാണിത്. പിന്നീട് കാസർഗോഡ് നിന്ന് ഉണ്ട്. അതുകൂടാതെ മെജോറിറ്റി MLA-മാർ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമേ അവർക്ക്. പിന്നെ കൊല്ലത്തൊരു സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്. അത് വിജയ ശതമാനം വളരെ കുറവുള്ളൊരു മണ്ഡലമാണത്. അവിടെ തോറ്റിട്ടുണ്ടാവും ലീഗ്. അപ്പം ഓവറോൾ 22ഓളം സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളൊരു ചോദ്യം ആര് മന്ത്രിയാവും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും 5 മന്ത്രിസ്ഥാനം കിട്ടാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും ലീഗിന് അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നിലവിലെ സാമുദായിക മതസമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പം അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ലീഗ് എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം 5 മന്ത്രി പദവി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു ഉപമുഖ്യമന്ത്രി പദവി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതേ സമയത്ത് മറ്റൊരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി അപ്പുറത്തുണ്ട്. ഇതേപോലെ തന്നെ അവർക്കും ഈ സ്ഥാനം ചോദിക്കാൻ. അപ്പം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാലികേറ മലയായിരിക്കും മന്ത്രിസ്ഥാനം വീതി വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പിക്ക് തന്നെ വന്നിരിക്കുന്നത് ലീഗിന്റെ മുറ്റത്ത് സ്റ്റേറ്റ് കാർ കിടക്കുന്നതായിട്ടൊരു പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ പിക്ചറിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ് കാറിന്റെ നമ്പർ തന്നെ 2ആണ്. അത് വെറുതെ ഒരു ക്രിയേറ്റ് ചെയ്ത് 2 ഇട്ടതാവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ടും ലീഗ് ഇപ്രാവശ്യം കുറച്ചും കൂടി ഇതുവരെ ഓവറായിട്ട് ചോദിക്കാത്ത ലീഗ് ഇപ്രാവശ്യം കുറച്ചും കൂടി കടുപ്പിക്കും എന്നുള്ളൊരു സൂചനയായിരിക്കും ചിലപ്പോൾ. PM സലമനെയാണെന്ന് തോന്നുന്നു ലീഗിൻ്റെ ഒരു പേജിൽ കണ്ട ഒരു ഫോട്ടോയാണിത്. അപ്പോൾ കൃത്യമായിട്ടും സ്റ്റേറ്റ് കാർ നമ്പർ 2 വെച്ചുകൊണ്ട് അവർ ഇറങ്ങുമ്പോൾ പിന്നെ ഇപ്രാവശ്യം ഒരു വനിത കൂടി കൃത്യമായിട്ടും ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു വനിതാ MLA കൂടി കിട്ടിയില്ലേ. അപ്പോൾ ഏറ്റവും പ്രതീക്ഷിക്കാണ്ട് ഫാത്തിമ തൈലിയെ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വനിതാ മന്ത്രി എന്നുള്ള ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ MLA വരുമ്പോൾ അത് എന്തുകൊണ്ട് വനിതാ മന്ത്രി ആയി കൂടാന്നുള്ളൊരു ചോദ്യവും അവിടെ വരും. നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഒരു മറിമായം പ്രതീക്ഷിക്കാവുന്നതാണ്. ശരിക്കും ഫാത്തിമ തൈലീനെ കഴിഞ്ഞ തവണ ഇറക്കിയത് പോലും അവസാന സമയത്തുള്ള ഒരു തങ്ങളുടെ ഒരു ട്വിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതുപോലൊരു മാന്ത്രിക ഒരു മായാജാലം ചിലപ്പോൾ മന്ത്രി പദത്തിലേക്ക് വരുമ്പോഴും തെഹ്ലിയക്ക് ചിലപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ലീഗിന്റെ കാര്യങ്ങളാവുമ്പോൾ. ഇതിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ലീഗിൽ നിന്ന് വനിതാ മന്ത്രി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തഹ്ലിയയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ PK നവാസും തഹ്ലിയയും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതിനുശേഷം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഹരിതയെ പിരിച്ചുവിടുന്നു, തഹ്ലിയനെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിം ഇതിൽ വല്ലാണ്ട് സ്ത്രീകൾ ഞാൻ നികഴ്ത്തി പറയല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ വല്ലാണ്ട് മുമ്പോട്ട് വരുന്നത് കുറവാണ്. അപ്പം ഇത്രത്തോളം ഭയങ്കര ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് ഉള്ള ഗേൾസ് വളരെ കുറവാണ് ലീഗിൽ. ബട്ട് ഇവൻ ദോ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. പക്ഷേ അതേസമയം തന്നെ 3-4 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് MLA-മാരായി നിൽക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ ലീഗിലുണ്ട്.
അപ്പം അവരെ ഒഴിച്ചൊരു സ്ത്രീക്ക് കൊടുക്കുമോ എന്നുള്ളത് കൊടുത്താൽ വളരെ നല്ല കാര്യമാണ്, ഞാനും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കൊടുക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ മന്ത്രിമാരുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് നിന്ന് PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവാം ചാൻസ് നല്ല കൂടുതലാണ്. 5 മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രിയായിട്ടോ, അതും അല്ലാന്നുണ്ടെങ്കിൽ ആഭ്യന്തരം ഈ പറഞ്ഞ പോലെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിൽ ഉണ്ടായതുകൊണ്ട് രമേശ് ചെന്നിത്തലയുണ്ട്, അതേപോലെ VD സതീശനുണ്ട്, KC വേണുഗോപാലുണ്ട്. അപ്പം എല്ലാവരും അറിയപ്പെട്ടവരാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥാനം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആഭ്യന്തരം കിട്ടുമോ ഉപമുഖ്യമന്ത്രി കിട്ടുമോ എന്നുള്ളതൊക്കെ വളരെ ചോദ്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു 3 റോൾ എടുത്താൽ അതിലൊന്നിൽ ലീഗ് ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം. കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും അതിൻ്റെ ഹെഡായിട്ടുണ്ടാവുക, മീൻസ് കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും ആ ഒരു സ്ഥാനത്ത് ഉണ്ടാവുക. തർക്കമില്ലാത്ത കാര്യമാണ്. ഭൂരിപക്ഷം അത്രയും മൃഗീയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ജയിച്ചു വന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞാൽ പിന്നീടുള്ളതാണ് PK ബഷീർ. ഏറനാട് നിന്ന് ജയിച്ചിരുന്ന ലീഗിൻ്റെ ഒരു നേതാവാണ്. ഇപ്പോൾ പലപ്പോഴും നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ PK ബഷീറിന്റെ ഫാൻ ബേസ് തന്നെയുണ്ട്. പുള്ളിയുടെ സ്പീച്ച് കേൾക്കാൻ തന്നെ മലബാർ ഏറനാട് സ്ലാങ്ങിൽ ആ രീതി ഉണ്ടല്ലോ, ആ ഒരു തമാശ കേൾക്കാൻ തന്നെ ഇപ്പോൾ ഭയങ്കര ഒരു കോമിക് അതുപോലെയൊക്കെ പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്യുന്നത് കേൾക്കാൻ തന്നെ രസമാണ്. അപ്പൊ നിയമസഭയിലുള്ള കൂടുന്ന ദിവസങ്ങളിൽ PK ബഷീറിന് എടുത്തിരുന്ന് കാണുന്ന ആളാണ് ഞാൻ. അപ്പൊ ബഷീറിന് ഒരു ഫാൻ ബേസ് ഉണ്ട്. ബഷീർ കറക്റ്റായിട്ട് തന്നെ തിരിച്ചടിക്കാറുള്ള മനുഷ്യനാണ്. അപ്പം ഒന്നീ പറഞ്ഞ പോലെ PK ബഷീർ ഈ പറഞ്ഞ പോലെ അർഹതപ്പെട്ട ഒരാളാണ്. അപ്പം PK ബഷീർ മന്ത്രിസ്ഥാനത്ത് ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ പിന്നീടുള്ളതാണ് AKM അഷ്റഫ്. അഷ്റഫ് ഈ പറഞ്ഞ പോലെ കാസർഗോഡ് എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ട് മഞ്ചേശ്വരം. അപ്പം അവിടുന്ന് എന്തായാലും ഒരു പ്രാതിനിധ്യം ഇപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞാൽ മലബാർ അല്ലെങ്കിൽ മലപ്പുറം ബേസ്ഡ് മാത്രം. മലബാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങ് മണ്ണാർക്കാട് മുതൽ തുടങ്ങിയിട്ട് അങ്ങ് കാസർഗോഡ് വരെ കിടക്കുന്നതാണ്. കേരളം നമുക്ക് അന്നത്തെ കാലത്ത് 3 രാജ്യങ്ങളായിരുന്നു, മലബാർ, കൊച്ചിൻ, ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ട്. മലബാർ എന്ന് പറയുന്നത് ഈ റീജിയനാണ്, നോർത്ത് റീജിയനാണ്. അപ്പം അതിൽ തന്നെ മലപ്പുറത്തിൽ മാത്രമാണ് ലീഗിൻ്റെ ഈ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അതിനപ്പുറത്തോട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കാസർഗോഡ് നിന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്, AKM അഷ്റഫ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നീട് മണ്ണാർക്കാട് ഈ പറഞ്ഞ പോലെ മലപ്പുറം ബോർഡറാണ്, പക്ഷെ പാലക്കാട് ജില്ലയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഷംസുദ്ദീൻ ഇതിപ്പോൾ തുടർച്ചയായി 3 വട്ടം ജയിച്ചു, 4ാമത്തെ പ്രാവശ്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷംസുദ്ദീനും ഉണ്ടാവും. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഗിൻ്റെ മന്ത്രിമാരായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, ഈ പറയപ്പെട്ട ആൾക്കാർ. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പുറത്ത് കോൺഗ്രസിലും ഒരുപാട് നേതാക്കന്മാരുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ആരൊക്കെ വരും എന്നുള്ളത് ക്ലെയിം ചെയ്തിട്ട്. പിന്നെ ഇനിയിപ്പം RSPയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഷിബു ബേബി ജോൺ മുൻ മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് ചാൻസ് ഉണ്ട്. ഇക്കുറി ചവറയിൽ നിന്ന് ഏകദേശം 18,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചവറയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പിന്നീട് കൊല്ലത്തുനിന്ന് PC വിഷ്ണുനാഥ് ഉണ്ട്, കുണ്ടറ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്, കോൺഗ്രസ്സുകാരനാണ്. പിന്നീട് അതല്ലാതെ ഉള്ളത് ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കൊല്ലത്തു നിന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓവറോൾ ഒരു കിടപ്പ്. ഇവിടെ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഇത്രയും ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ സമയം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾ വന്നിട്ടുള്ളത് ആരാ ഇപ്പം മുഖ്യമന്ത്രി, ഇതിൽ UDF വമ്പൻ അടി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരുപാട് PR നറ്റിക്കാവുന്നതിൻ്റെ മാക്സിമം UDFിനെതിരെ പറയാനുള്ളത് അതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു ചർച്ച കഴിഞ്ഞിട്ടുണ്ടാവാം. കൃത്യമായിട്ടും ഒരു തീരുമാനം UDFിനകത്ത് നിന്ന് എടുക്കാനുള്ള പ്രാപ്തിയുള്ളവർ, ഇപ്പോൾ അൻവർ പറഞ്ഞതുപോലെ തന്നെ കഴിവുള്ള ഒരുപാട് പേര് ഇതിനകത്തുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പല പേരുകൾ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ലീഗിൻ്റെയും ചെയ്യാൻ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, വമ്പൻ ചെയ്യാൻ തന്നെയാണ് നേടിയിരിക്കുന്നത്. 22 സീറ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും കുഞ്ഞാലിക്കുട്ടി ഇവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത് ലീഗിലെ കുഞ്ഞാലിക്കുട്ടിക്കാണ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റോള് അദ്ദേഹത്തെ ചെറുതാക്കി മാറ്റാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇപ്പുറത്ത് UDFിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചോദ്യത്തിനൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇവിടുത്തെ റോൾ എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം കൂടെ പ്രധാനമായിട്ട് അവിടെ നിൽക്കുന്നതാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തായിരിക്കും അങ്ങോട്ടേക്കുള്ളൊരു റോളല്ലേ? കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആൾ ആദ്യം നിന്ന മണ്ഡലം അയാൾക്ക് ഓക്കെയാണ്. അയാൾ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു 30,000 വോട്ടിന് അവിടെ ജയിക്കുന്ന മണ്ഡലം തന്നെയാണത്. അപ്പം അവിടെ മാറ്റി അവിടെ KM ഷാജിക്ക് കൊടുത്തിട്ട് കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് വന്ന് കണ്ടസ്റ്റ് ചെയ്യാനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റീസൺ ഈ പറഞ്ഞ പോലെ മെജോറിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ലീഗ് ജയിച്ചാൽ തന്നെ അല്ലെങ്കിൽ UDFിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷമുള്ള ഒരാളാവുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. എന്നാലേ ആ സാധനം ഇത്രത്തോളം ഭൂരിപക്ഷമുള്ള ഒരാളാണ് താൻ എന്നുള്ള സാധനം അവിടെ മുമ്പിലോട്ട് വെക്കാൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് മലപ്പുറം വന്ന് നിന്നതും ഏകദേശം 50,000-ന് മുകളിൽ വോട്ട് കിട്ടിയതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ലീഗ് UDFിൻ്റെ ഉള്ളിൽ കുഞ്ഞാലിക്കുട്ടിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നോക്കിയാൽ മതി. KM മാണിയായിട്ട് ബന്ധപ്പെട്ട അന്ന് KM മാണിയും കോൺഗ്രസ് തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയത് വലിയ റോളുള്ളത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. കാരണം KM മാണി പോലും പലപ്പോഴും പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു കോൺഗ്രസ് നേതാക്കന്മാരും വിശ്വാസമില്ല,
എനിക്ക് UDF വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ PK കുഞ്ഞാലിക്കുട്ടിയെ മാത്രമേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞാൽ എനിക്കറിയാം അത് സാധിച്ചു തരും എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടി തന്നെ അത് വേദിയിലെത്തിയിട്ടാണ് പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടിക്കും തന്നെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് ഈ പറഞ്ഞ പോലെ മാണി സാർ. അപ്പോൾ ഇത്രത്തോളം എല്ലാ മുന്നണികൾക്കിടയിലും അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസും ഭയങ്കര ഒരു ട്രസ്റ്റും കിട്ടുന്ന ഒരാളാണ് PK കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസിനൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് ഗ്രൂപ്പുണ്ട്, ഒരുപാട് മുന്നണികളുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു കടമയുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് നടന്നായിരുന്നു, കരുണാകരൻ്റെ കാലത്ത് നടന്നായിരുന്നു, AK ആന്റണിയുടെ കാലത്ത്. പിന്നീട് നമുക്ക് അത്രത്തോളം കഴിവുള്ള ഒരു നേതാവിനെ എല്ലാവരും കൂട്ടിപ്പിടിച്ച് കിട്ടുക എന്നുള്ളത് വളരെ റെയറാണ്. അപ്പം അത്രത്തോളം ഏജ്ഡായ പക്വത നിറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമാണ്. അപ്പോൾ സതീശന് ഇവരൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ ഉള്ളത് രമേശ് ചെന്നിത്തലക്കാണ്. എന്തുകൊണ്ടും ഈ എല്ലാവരും ഒരുമിച്ച് ഒരു മുന്നണിയിലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് കുഞ്ഞാലിക്കുട്ടിനെ ആയിരിക്കും അവിടെ ബെസ്റ്റ്.